UDF മന്ത്രിസഭയുടെ ആദ്യ നിയമസഭാ സമ്മേളനം ഇന്ന്. ആദ്യ ദിനം MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. പ്രോടേം സ്പീക്കർ G. സുധാകരൻ MLA-മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനവും നിയമസഭയിൽ നടക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും S. ശാലിനി ചേരുകയാണ്. ശാലിനി, ഗുഡ് മോർണിംഗ്. മഴയാണ് അല്ലേ? തകർത്ത് പെയ്യുന്ന ഒരു മഴ. ആ മഴയുടെ ഇടയിലാണ് നമ്മൾ വാർത്തയുടെ ഒരു പ്രഭാതം തുടങ്ങുന്നത്. നിയമസഭയുടെ ആദ്യ ദിനം സമ്മേളനം, അങ്ങനെ സംഭവബഹുലമായ ഒരു അധ്യായത്തിന് കൂടിയാണ് കേരള രാഷ്ട്രീയം തുടക്കം കുറിക്കുന്നത് അല്ലേ? KP അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും KP സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു മഴയോടുകൂടി ശുഭമായ തുടക്കം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പുതിയ അധ്യായം തുടങ്ങാൻ പോവുകയാണ്. 16ാം കേരള നിയമസഭയുടെ 1ാം നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നിയമസഭയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ 9 മണിക്കാണ് സഭ സമ്മേളിക്കുന്നത്. പ്രധാനമായും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങാണ്, അതായത് MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 9 മണിക്ക് തന്നെ സ്പീക്കർ എത്തി മറ്റ് നടപടികൾ ആരംഭിക്കും. പ്രോടേം സ്പീക്കറുടെ നേതൃത്വത്തിലാണ് ഇന്ന് സഭാ സമ്മേളനം നടക്കുന്നത്. പ്രോടേം സ്പീക്കറായ സഭയിലെ തന്നെ ഏറ്റവും മുതിർന്ന അംഗം കൂടിയായിട്ടുള്ള G. സുധാകരൻ, അദ്ദേഹമായിരിക്കും ഈ 139 അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇന്നലെയാണ് പ്രോടേം സ്പീക്കറായി അദ്ദേഹം ലോക് ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം ഇന്നിപ്പോൾ 139 സാമാജികർക്ക്, നിയമസഭാ അംഗങ്ങൾക്ക് അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണ്. ഒരുപാട് കൗതുകകരമായിട്ടുള്ള ദൃശ്യങ്ങൾക്കും അതിലേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചിത്രങ്ങൾക്കും ഒക്കെ വേദിയാകാൻ പോകുന്ന നിമിഷങ്ങളിലേക്ക് നിയമസഭാ തലസ്ഥാനമൊക്കെ കടക്കുകയാണ്. നമുക്കറിയാം, 10 വർഷം ഇടത് സർക്കാർ ഭരിച്ചു. പ്രതിഷേധങ്ങൾ, ബഹളങ്ങൾ, സഭയ്ക്കകത്ത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ, ഉന്തും തള്ളും ഒക്കെ കണ്ടൊരു സഭാ കാലയളവൊക്കെയാണ് നമ്മൾ കണ്ട് മടങ്ങിയത്. ഇപ്പോൾ ഇന്നു മുതൽ പുതിയൊരു സഭാ സമ്മേളനം തുടങ്ങുന്നു. ഒപ്പം തന്നെ 13ാം മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേറ്റു. 20 മന്ത്രിമാർ അവരുടെ ചുമതലകൾ ഏറ്റെടുത്തു. അങ്ങനെ മന്ത്രിമാർക്ക് അപ്പുറത്ത് അവരൊരു MLA ആയിട്ട് ഇന്ന് സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുകയാണ്. അതുമാത്രമല്ല, രാഷ്ട്രീയ കേരളത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് കൂടി ഇന്നു മുതൽ തുടക്കം കുറിക്കുമെന്നുള്ളതാണ്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൗതുകരമായ ദൃശ്യമെന്നുള്ളത്, പ്രോടേം സ്പീക്കറായി G. സുധാകരനാണ് ഇന്ന് സത്യവാചകം MLA-മാർക്ക് ചൊല്ലിക്കൊടുക്കുന്നത്. ധർമ്മടത്ത് നിന്നുള്ള MLA കൂടിയായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ സത്യവാചകം ചൊല്ലേണ്ടതും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില രാഷ്ട്രീയ കൗതുക ചിത്രങ്ങൾക്ക് കൂടി ഇന്ന് സഭ വേദിയാകും. എന്തായാലും ഇന്നും നാളെയുമാണ് സഭാ സമ്മേളനം നടക്കുന്നത്. അതിനുശേഷം ഒരു ഇടവേളയാണ്. 29ാം തീയതിയാണ് വീണ്ടും സഭ ചേരുന്നത്. ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് സഭ പിരിയും. നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സഭാ സമ്മേളനം ആരംഭിക്കും. നാളെ നടക്കാൻ പോകുന്നത് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം സഭ നാളെ പിരിഞ്ഞതിന് ശേഷം 29-നാണ് ആരംഭിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിനായിട്ടുള്ള സഭാ സമ്മേളനം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് ആരംഭിക്കാൻ പോകുന്നത്. ജൂൺ 4 വരെ സഭാ സമ്മേളനം നീണ്ടു നിൽക്കും. പിന്നീട് ഇടവേളയായിരിക്കും. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് യുവാക്കൾ, ഒപ്പം തന്നെ വനിതാ പ്രതിനിധികൾ അടക്കമുള്ളവർ, പുതുമുഖങ്ങളടക്കമുള്ള സാമാജികർ ആദ്യമായി സഭയിലേക്ക് എത്തുകയാണ്. നിരവധി MLA-മാർ, അതായത് ആദ്യമായി മത്സരിച്ച് ആദ്യമായി തന്നെ തിരഞ്ഞെടുത്ത് മന്ത്രിയാകുന്നവരുണ്ട്. MLA ആയിട്ട് സഭ. അതെ ശാലിനി, MLA-മാരുടെ കാര്യം പറയുമ്പോഴാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഭരണവർഷമാണ് വരാൻ പോകുന്നത്. കാരണം പ്രതിപക്ഷത്ത് CPM ആണപ്പോൾ ഒരുപാട് സമരങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉറ്റുനോക്കുന്നത് ആ 3 പേരിലേക്കാണ്. അതായത് 30-ന്റെ പവറുള്ള 3 പേർ, BJP-യുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, അവരെത്തുമ്പോൾ നമുക്ക് ഈ പ്രതിപക്ഷത്ത്, അതായത് VD സതീശൻ സർക്കാർ കുറച്ച് വെള്ളം കുടിക്കാനുള്ള സാധ്യതയില്ലേ? കാരണം 2 പ്രതിപക്ഷമാണുള്ളത്. യഥാർത്ഥ പ്രതിപക്ഷമായിരിക്കും ഈ മൂറസംഘം. അതെ, തീർച്ചയായും. അശ്വതി, KP, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. 30-ന്റെ പവറുള്ള 3 പേരാണ് ഇന്ന് സഭയിലേക്ക് എത്താൻ പോകുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് O. രാജഗോപാൽ നിയമത്തിൽ നിന്ന് വിജയിച്ച് MLA ആയി സഭയ്ക്കുള്ളിലേക്ക് വന്നതും പ്രത്യേക ഇരിപ്പിടത്തിലൊക്കെ ഇരുന്നതുമൊക്കെ വലിയ ചർച്ചയ്ക്കും വഴി വെച്ചതാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്തതുമാണ്. അതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഒരു 3 MLA-മാർ ഒരുമിച്ച് BJP-യുടെ അക്കൗണ്ട് തുറന്ന് സഭയിലേക്ക് എത്തുന്നത്. ചേർത്തലയിൽ നിന്നും വിജയിച്ച BB ഗോപകുമാർ, കഴക്കൂട്ടത്ത് നിന്നും വിജയിച്ച V. മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി, ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ,
നേമത്ത് നിന്നൊരു അട്ടിമറി വിജയം തന്നെ നേടി സഭയിലേക്ക് എത്തുകയാണ്. ഇന്ന് രാവിലെ 6:30 ഈ കഴക്കൂട്ടത്തെ MLA ആയിട്ടുള്ള വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ വാഹന റാലികൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 2 MLA-മാരും തലസ്ഥാനത്തുണ്ട്. ഇവരെല്ലാം തന്നെ ഒരു 7:30-8 മണിയോടുകൂടി BJPയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലെത്തും. അവിടെ എത്തി പ്രവർത്തകരെയൊക്കെ കണ്ടതിന് ശേഷം പ്രവർത്തകരുമായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തുന്നുണ്ട്. രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചനയും നടത്തി പ്രവർത്തകർക്കൊപ്പം BJPയുടെ മുതിർന്ന നേതാക്കന്മാർക്കൊപ്പമാണ് ഈ 3 MLA-മാരും സഭയ്ക്കുള്ളിലേക്ക് എത്തുന്നത്. ഒരു ചരിത്രത്തിൽ തന്നെ സംഭവമാക്കി ഈ ദിവസം മാറ്റാൻ തന്നെയാണ് BJP തയ്യാറെടുത്തിരിക്കുന്നത്, ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം KP സൂചിപ്പിച്ചതുപോലെ, അശ്വതിയും പറഞ്ഞതുപോലെ 30ന്റെ പവറുള്ള 3 പേർ അത് മുഖ്യ പ്രതിപക്ഷമായി തന്നെ സഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോൾ വരുന്ന 5 വർഷങ്ങൾ സമരങ്ങളുടെയും ബഹളങ്ങളുടെയും ഒക്കെ കാലമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഒരു ഭാഗത്ത് പ്രതിപക്ഷമായി LDF-ന്റെ ഭാഗത്ത് CPM-ഉം CPI-യും ഒക്കെയുണ്ട്. അവർ എന്തായാലും സഭയ്ക്കകത്തും പുറത്തും VD സതീശിനെ വെള്ളം കുടിപ്പിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതേസമയം തന്നെ പല പദ്ധതികളും നല്ല രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ BJPയുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ആദ്യം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം പങ്കെടുത്ത BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ജനദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ 30ന്റെ പവറുള്ള 3 പേർ സഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകുമെന്നുള്ള സൂചന ആദ്യം തന്നെ BJP നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ആവേശത്തോടെയാണ് NDA BJP ക്യാമ്പുകളുള്ളത്. കാരണം 3 MLA-മാർ ഒരുമിച്ച് സഭയ്ക്കുള്ളിലേക്ക് എത്തുന്നു. അപ്പോൾ അവരുടെ ഇരിപ്പിടം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ നൽകാൻ സാധിക്കും. അങ്ങനെ വളരെ ആകാംക്ഷയോട് കൂടിയുള്ള ഒരു ദിനമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നിയമസഭ വീണ്ടും സജീവമാകുന്നു. കൂടാതെ തന്നെ വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് നിയമസഭയുള്ളത്. കാരണം നിരവധി ആളുകൾ ഈ സത്യപ്രതിജ്ഞ കാണാനൊക്കെയായി തലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്, നിയമസഭയിലേക്ക് എത്തുന്നുണ്ട്. അത് മുന്നിൽ നിർത്തിയുള്ള ഏകോപനമൊക്കെയാണ് നിയമസഭാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളത്. അത്തരത്തിൽ വലിയ ആവേശത്തോടു കൂടിയാണ് NDA ക്യാമ്പ് ഒരു ഭാഗത്ത് അത് തന്നെയാണ് VD സതീശൻ സർക്കാരിന്റെ അതായത് ഇന്ന് നിയമസഭാ സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. KP പറഞ്ഞതുപോലെ തന്നെ രാവിലെ മഴയുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രതികൂല കാലാവസ്ഥ കൂടി നിയമസഭയ്ക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ടോ? മഴ ഒരു ശുഭാരംഭമാകട്ടെ അല്ലേ എന്ന് പ്രതീക്ഷിക്കാം. കാരണം കരുത്തുറ്റ പ്രതിപക്ഷമാണ് ഉള്ളത്. പ്രത്യേകിച്ച് 3 BJP MLA-മാർ അവരാണ് കരുത്തുറ്റ പ്രതിപക്ഷം എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നത്. കാരണം മറ്റു ഇരു രാഷ്ട്രീയ കക്ഷികൾ നമുക്കറിയാം കൊടുക്കൽ വാങ്ങലുകളുടെ ആണ് അല്ലേ, ഒരു സമവായത്തിന്റെ രാഷ്ട്രീയമാണ്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ജനസമക്ഷം ആ രീതിയിൽ സൽഭരണം കാഴ്ചവെക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായി അവർ 3 പേരും അഴിമതിയോട് ഒരു സന്ധിയുമില്ലാത്ത ഒരു നിലപാടായിരിക്കും ഈ മൂവരും സ്വീകരിക്കുക എന്ന് നമുക്ക് നിശ്ചയമാണ്. അത് തന്നെയാണ് നിയമസഭയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ആ മൂവരുടെ ശബ്ദമായിരിക്കും ജനങ്ങളുടെ ശബ്ദമായി സഭയിൽ വരിക എന്ന് നമുക്ക് പറയാം. പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി 3 പേരെന്ന് പറയാം. അതെ, അത് സഭയ്ക്കകത്തും പുറത്തും.